ബ്രസീലിന്റെ പരാജയത്തിന്റെ തുടർന്ന് ലോകോത്തരനായിട്ടുള്ള കളിക്കാരൻ നെയ്മർ കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു. ഇനി നാം കേൾക്കേണ്ട വാർത്ത കേരളത്തിലെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന കാര്യം ഇതിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ആ വിടവാങ്ങലാണ് നമുക്ക് കാത്തിരിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇവിടെ സഖാവ് സതീഷ് പറഞ്ഞല്ലോ, 4 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 4 മാസവും 1 ദിവസവും മാത്രം പ്രായമുള്ള ഒരു പ്രസ്ഥാനം ഈ പാലക്കാട് ജില്ലയിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയത് ഒരു ചെറിയ സംഭവമല്ല. അത് കേരളത്തിൽ തന്നെയാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, 4 മാസം എന്ന് പറയുന്നത് എത്ര ചെറിയ കാലയളവാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ 4 മാസം എന്ന് പറയുന്നത് അത് ശൈശവാവസ്ഥയിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കാലമാണ്. എന്നാൽ ഈ ശൈശവാവസ്ഥയുടെ ഘട്ടങ്ങളെയെല്ലാം അതിസാഹസികമായി അതിജീവിച്ചുകൊണ്ട് ഈ ജില്ലയിൽ മാത്രമല്ല, സമീപത്തുള്ള പല ജില്ലകളിലുമുള്ള CPIM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധിയായ പ്രവർത്തകന്മാർ, 100 കണക്കിന് പ്രവർത്തകന്മാർ DMF-മായി ബന്ധപ്പെടുകയും അവിടെ പ്രാദേശികമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നേറിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ സാക്ഷിയാക്കി, ആയിരക്കണക്കിന് വരുന്ന നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ DMF കൂടി ഉൾപ്പെടുന്ന വരാൻ പോകുന്ന, ഉദിച്ചുയരാൻ പോകുന്ന പുതിയ പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കാൻ പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടേതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളാണ് ശരി, നമ്മളാണ് ശരി, നിങ്ങളല്ല. നമ്മുടെ കൺവെൻഷൻ മാർച്ച് 5-ാം തീയതി നടന്നപ്പോ ആ കൺവെൻഷനെ കേവലം വിമതരുടെ ഒരു കൺവെൻഷനായി ചുരുക്കി കാണിക്കാൻ ശ്രമിച്ച പല ആളുകളുമുണ്ട്. അങ്ങനെ ആ ശ്രമം നടത്തിയ ഈ സംഘടന രൂപീകരിച്ചപ്പോൾ, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോ അതിന്റെ ഓരോ ഹൃദയമിടിപ്പിലും മരണത്തിന്റെ ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് കാതുകൂർപ്പിച്ച CPIM-കാരോട്, DMF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അകാല ചരമത്തെക്കുറിച്ച് പ്രവചിച്ച CPIM-ന്റെ നേതാക്കളോടും പ്രവർത്തകരോടും വലിയ നന്ദിയും കടപ്പാടും എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.